Hi, welcome to Smartfolio. Basic to Pro level of stock market in the 13th chapter നമ്മൾ എന്നുള്ളത് കഴിഞ്ഞ 12 ചാപ്റ്ററിലായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ 12ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫിബൊനാച്ചി റീട്രേസ്മെന്റ്, അതേപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡ്. ഇത് രണ്ടും എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു 13ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിനു മുമ്പുള്ള 12 ചാപ്റ്ററുകളും നിങ്ങൾ കാണണം. നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ സീരീസ് കണ്ടിട്ട് അത് നല്ലവണ്ണം പഠിക്കുക. നല്ലവണ്ണം പഠിച്ചാൽ 100% ഗ്യാരണ്ടി ആയിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി നല്ല രൂപത്തിൽ തന്നെ പഠിക്കണം. പഠിക്കാനുള്ള എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് തന്നെ താഴെ എഴുതിയിട്ട് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ID കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഒരു ഇൻഡിക്കേറ്റർ ആണ് പിവോട്ട് പോയിന്റ്സ്, അതേപോലെ തന്നെ CPR, സെൻട്രൽ പിവോട്ട് റേഞ്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Pivot point is a technical analysis indicator or calculations used to determine the overall trend of the market over different time frames. ഡിഫറെന്റ് ടൈം ഫ്രെയിംസിൽ പിവോട്ട് പോയിന്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ഇത് സപ്പോർട്ട് ലെവലും അതേപോലെ തന്നെ റെസിസ്റ്റൻസും ആയിട്ടുള്ള ലെവലുകളാണിത്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള സപ്പോർട്ട് ലെവൽസും റെസിസ്റ്റൻസ് ലെവൽസും ആണ് പിവോട്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ലെ സ്റ്റാൻഡേർഡ് പിവോട്ട് പോയിന്റ് ലെവൽസ്. ഇത് നമുക്ക് ഇതിനൊരു ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്, ആ ഒരു ലൈൻസ് വരുന്നുണ്ട്. പിന്നീട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലൈനിനെ എത്രത്തോളം മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻസ് അധിക ഇൻട്രാഡേക്കാണ് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേക്കാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത് എന്നും വേണമെങ്കിൽ പറയാം. ഇൻട്രാഡേയിൽ എൻട്രി എടുക്കാൻ, അതേപോലെ തന്നെ എൻട്രി എടുക്കാൻ പിവോട്ട്സ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് അധികം എൻട്രി എടുക്കാറ്. അതേപോലെ തന്നെ ഈ പിവോട്ട് പോയിന്റ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു പിവോട്ട് പോയിന്റ് ലൈനിന്റെ താഴെയാണ് SL വെക്കാറുള്ളത്. അതുപോലെ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ഈ ഒരു പിവോട്ട് ലൈനിനെ ബേസ് ചെയ്ത് പൊസിഷൻ എക്സിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള കാര്യം ഇത് എക്സ്പെഷ്യലി നമ്മൾ ഓപ്ഷൻ ട്രേഡിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ദി പിവോട്ട് പോയിന്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് സിംപ്ലൈ ദി ആവറേജ് ഓഫ് ദി ഹൈ, ലോ ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ഫ്രം ദ പ്രീവിയസ് ട്രേഡിംഗ് ഡേ. മുമ്പത്തെ ട്രേഡിംഗ് ദിവസത്തെ ഹൈനെയും ലോവിനെയും ക്ലോസിംഗ് പ്രൈസിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എടുക്കുന്നത്, ഇതിന്റെ ആ ഒരു പിവോട്ട് പോയിന്റ് ലെവൽ എടുക്കുന്നത്. On the subsequent day, trading above the pivot point is thought to indicate ongoing bullish sentiment, while trading below the pivot point indicates bearish sentiment. പിവോട്ട് പോയിന്റ്സിന്റെ മുകളിലാണ്, പിവോട്ട് ലൈനിന്റെ മുകളിലാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ അതൊരു ഒരു അപ് ട്രെൻഡ് ആയിട്ടും, അതേപോലെ തന്നെ പിവോട്ട് ലൈനിന്റെ താഴെയാണ് പ്രൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ ചാർട്ടിൽ പറയാം കേട്ടോ. A pivot point is an intraday technical indicator used to identify trends and reversals mainly in equities, commodities and forex market. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റർ. അതേപോലെ തന്നെ ഇതിന്റെ എൻട്രി എക്സിറ്റ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിവോട്ട് പോയിന്റ്സ് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ലെവൽസ് ഇൻ വിച്ച് ദ സെന്റിമെന്റ് ഓഫ് ദി മാർക്കറ്റ് കുഡ് ചേഞ്ച് ഫ്രം ബുള്ളിഷ് ടു ബിയറിഷ് ആൻഡ് വൈസ് വേഴ്സ്. Day traders calculate pivot points to determine levels of entry, stop loss and profit booking. നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതുപോലെയാണ് നമ്മൾ ഒരു പിവോട്ട് പോയിന്റ്സ് കാണിക്കുന്നത് കേട്ടോ, ഈ പിവോട്ട് പോയിന്റ്സ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമയം കളയാതെ ഡയറക്റ്റ് നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ചാർട്ടിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റോക്സിന്റെ ചാർട്ടിലോട്ടേക്ക് പോവാം. അപ്സ്റ്റോക്സിന്റെ സെയിം ആണ് ഇൻഫ്യൂയുടെ ചാർട്ടിലുണ്ട്. ഞാനിത് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റി. ഓക്കെ,
അതിനുശേഷം നമ്മുടെ ഇൻഡിക്കേറ്ററിന് ഇതിൽ വന്നു. എന്നിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് പിവോട്ട് എന്ന് അടിച്ചാൽ തന്നെ പിവോട്ട് പോയിന്റ്സ് സ്റ്റാൻഡേർഡ് വന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഇൻഡിക്കേറ്റർ പ്ലോട്ടായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി ഹോറിസോണ്ടൽ ലൈൻസ്. അതിൽ പി എന്ന് പറയുന്നതാണ് പിവോട്ട് ലൈൻ. ഇത് S1 എന്നുള്ളത് സപ്പോർട്ട് 1, S2 സപ്പോർട്ട് 2, S3 സപ്പോർട്ട് 3, സപ്പോർട്ട് 4 അങ്ങനെയാണ്. അതേപോലെ തന്നെ R1 റെസിസ്റ്റന്റ് 1, റെസിസ്റ്റന്റ് 2, റെസിസ്റ്റന്റ് 3, റെസിസ്റ്റന്റ് 4 അങ്ങനെ മുകളിലോട്ടും പോകുന്നു. ഇത് മെയിൻലി ഇൻട്രാഡേക്കാണ് വരുന്നത്. അതും ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മാർക്കറ്റ് ഓപ്പൺ ആയി ഏകദേശം ഈ നമ്മുടെ 9.15 ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈൻസും അവൈലബിൾ ആവും. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഇതിപ്പോ ലാസ്റ്റിൽ അവസാന ദിവസത്തെ ട്രേഡിംഗിന്റെ ആയിരുന്നു. അതിൽ ഈ ഒരു മാർക്കറ്റ് എത്രത്തോളം ഈ ഒരു പിവോട്ട് ലൈനിനെ R1 റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഒരു റിവേഴ്സിൽ വന്നത്. അതേപോലെ തന്നെ താഴെ മാർക്കറ്റ് വന്നതിന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ R1 ഒരു ലൈനെ ഇത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഇത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിവോട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിവോട്ടിന് നമ്മളെ മാർക്കറ്റ് ക്രോസ് ചെയ്തു എന്നാണ്, ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി. പക്ഷെ S1 സപ്പോർട്ട് എടുത്തു, സപ്പോർട്ട് 1 വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി. ഇനി അതിന്റെ മുമ്പത്തെ ഡേയിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിവോട്ട് ലൈൻ ഇതാണ്. പിവോട്ട് ലൈനിന്റെ കുറച്ച് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി. R1 അത്യാവശ്യം ആദ്യമൊക്കെ റെസിസ്റ്റന്റ് എടുത്തു, പക്ഷെ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്തു. പക്ഷെ വീണ്ടും അവിടെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ടേക്ക് പോയി. എന്നിട്ട് പിന്നെ ജസ്റ്റ് ചെറിയ രൂപത്തിൽ മാത്രം. അതിന് മുമ്പത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു P1 താഴെന്നായിരുന്നു മാർക്കറ്റ്, P1 മുകളിൽ ഓപ്പൺ ആയി മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു, വീണ്ടും തിരിച്ചുപോയി. പിന്നെ ആ ഒരു പിവോട്ട് തന്നെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തു, കണ്ടില്ലേ. പിന്നെ നേരെ മുകളിലോട്ടേക്ക് പോയി. അപ്പോ നമുക്ക് ഈ ഒരു പിവോട്ട് ലൈൻ ഈ ഒരു സപ്പോർട്ട് കണ്ടില്ല. ഇതിലിപ്പോ നമ്മൾ എങ്ങനെ പിവോട്ട് ലൈനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്ന് ചോദിച്ചാല്, ഈ പിവോട്ട് ലൈനിനെ പ്രൈസ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി, ക്ലോസ് ചെയ്തു. പിവോട്ട് ലൈന് മുകളിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം വരുന്ന ഒരു ക്യാൻഡില്, ഇതിന് മുമ്പത്തെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി എടുക്കാം. എന്നിട്ട് ഈ ഒരു പിവോട്ട് ലൈൻ ഉണ്ടല്ലോ, ഇത് ഈ പിവോട്ട് ലൈനിന്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഇപ്പം അങ്ങനെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ തന്നെ നല്ലൊരു ബൂം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അതേപോലെ തന്നെ അതിന് മുമ്പത്തെ ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കണ്ടില്ലേ, ഏകദേശം വന്നു. ഈ R1 റെസിസ്റ്റന്റ് 1 ഇത് ആദ്യം റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു. പക്ഷെ പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയതിനു ശേഷം പിന്നീട് അത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തു, കണ്ടോ. അത് കഴിഞ്ഞ ശേഷം R2 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. എന്നിട്ടും R2 നേരെ റിവേഴ്സിൽ വന്നപ്പം അത് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കാരണം ഈ ഒരു സപ്പോർട്ട് ആയാലും റെസിസ്റ്റൻസ് ആയാലും വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് വളരെ സിംപിളി ആയിട്ട് തന്നെ നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യാം. അടുത്ത ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് CPR. നമ്മുടെ അടുത്ത ഇൻഡിക്കേറ്റർ ആണ് CPR, സെൻട്രൽ പിവോട്ട് റേഞ്ച്. The central pivot range CPR is an indicator to identify key price points to set up trades. CPR is beneficial for intraday trading. നമ്മൾ മുമ്പത്തെ പിവോട്ട് പോയിന്റ്സ് പറഞ്ഞതുപോലെ CPR-ഉം മെയിൻലി ഉപയോഗിക്കുന്നത് നല്ല ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ഇത് ഡേ ചാർട്ടിന് മുകളിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല. ചെയ്താലും നമുക്കത് വാല്യുബിൾ അല്ല. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്റർ. Before you understand the CPR, it is important for you to know the support and resistance. I would suggest you read through this chapter to know what more about support and resistance before proceeding further. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞതാണ്. CPR consists of 3 components. CPR എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൂന്ന് ലൈൻസ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന് പിവോട്ട് ലൈൻ എന്ന് പറയും, സെൻട്രൽ CPR. അതേപോലെ തന്നെ ഒരു ബോട്ടം CPR എന്നാൽ അത് മുകളിലാണ് അത് വരുന്നത്. ഞാനിവിടെ കാണിക്കാം. ഇത് കണ്ടില്ല, ഓരോ ട്രേഡിംഗ് ഡേയ്സിലും കാണിക്കും. ഈ ഒരു 3 ലൈനിനെയാണ് നമ്മൾ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു റേഞ്ച് ആണ്, ഇതൊരു ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഇതൊരു റേഞ്ച് ആണിത്. കാരണം ഈ ടോപ്പ് ലൈന് മുതൽ ബോട്ടം ലൈന് വരെയുള്ള ഒരു റേഞ്ച് ആണിത്. ഈ ഒരു ടോട്ടൽ റേഞ്ചിനെയാണ് നമ്മൾ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിലെ തന്നെ ഈ ഒരു സെൻട്രൽ ലൈനാണ് പിവോട്ട്. ഈ 3 ലൈനുകളിൽ ഏറ്റവും മുകളിലത്തെ ടോപ്പിലെ ലൈനിനെയാണ് നമ്മൾ ടോപ്പ് സെൻട്രൽ പിവോട്ട് എന്ന് പറയുന്നത്. സെൻട്രലത്തെ ലൈന് പിവോട്ട് ലൈന്, അതേപോലെ തന്നെ ഏറ്റവും താഴെയുള്ളത് ബോട്ടം സെൻട്രൽ പിവോട്ട്. അങ്ങനെ ആണ് ഇതിനെ
ഈ 3 ലൈനിനെ വിളിക്കുന്നത്. ദീസ് ആർ ഡിറൈവ്ഡ് ഔട്ട് ഫ്രം ദ അണ്ടർലൈങ്സ് ഹൈ ലോ ആൻഡ് ക്ലോസ് കാൽക്കുലേഷൻ. ഇത് പിവോട്ടിന്റെ കാൽക്കുലേഷൻ ആണ്. പിവോട്ട് എന്ന് പറയുന്ന സെൻട്രലത്തെ ലൈന് ഈസ് ഈക്വൽ ടു ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ഡിവൈഡഡ് ബൈ 3. ബോട്ടം CPR താഴത്തെ ലൈന് ഹൈ പ്ലസ് ലോ ഡിവൈഡഡ് ബൈ 2. ടോപ്പ് CPR എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലൈന് പിവോട്ട് മൈനസ് ബോട്ടം CPR പ്ലസ് പിവോട്ട്. ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ നമ്മൾ പഠിക്കേണ്ട, ജസ്റ്റ് നമ്മൾ കാണിച്ചു മാത്രം. ഇനി ഈ ഒരു CPRന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ചാർട്ടിൽ ഇതിനെ പ്ലോട്ട് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അപ്സ്റ്റോക്സിന്റെ ചാർട്ടിൽ ഇത് പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടിൽ തന്നെ പോകണം. അപ്സ്റ്റോക്സിന്റെ ആ ഒരു ഇതിൽ ബിൽറ്റിനിൽ ഈ ഒരു പിവോട്ട് ഇത് ഇല്ല, സെൻട്രൽ CPR അല്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന ഇൻഡിക്കേറ്റർ ഇല്ല. അപ്പൊ അതിനായിട്ട് ഞാൻ നമ്മുടെ എന്റെ ട്രേഡിംഗ് വ്യൂവിന്റെ വിൻഡോ ആണ് ഓപ്പൺ ആക്കുന്നത്. എന്റെ ട്രേഡിംഗ് വ്യൂവിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ HDFC ബാങ്കിന്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതന്നെ ഒരു 15 മിനിറ്റിന്റെ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ വരാം. ഇൻഡിക്കേറ്റേഴ്സിൽ വന്നിട്ട് CPR എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടില്ല. ഇതിന്റെ പേരാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിവോട്ട് റേഞ്ച് പിവോട്ട് ബോസ്. പിവോട്ട് റേഞ്ച് പിവോട്ട് ബോസ് കണ്ടില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കത് പ്ലോട്ടായി. ഇപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന 3 ലൈൻസ് ഉണ്ടല്ലോ, ഈ ഒരു 3 ലൈൻസ് ആണ് സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച്, ഒരു ഏരിയ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒന്നായിട്ടാണല്ലേ കാണുന്നത്, പക്ഷെ ഇവിടെയും 3 ലൈൻ ഉണ്ട്. ഇനി ഇവിടെയും 3 ലൈൻ ഉണ്ട്, ഇവിടെയും 3 ലൈൻ ഉണ്ടല്ലോ, ഇവിടെ 3 ലൈൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ 3 ലൈൻസിന്റെയും തമ്മിലുള്ള ഗ്യാപ്സിന് മാറ്റം വരുന്നുണ്ട്. ഇവിടെ വളരെ ചെറിയ ഗ്യാപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ ഒന്നിന് മുകളിൽ വേറെ ഒന്ന് കയറിയിരിക്കുകയാണ്. എങ്കിലോ ഈ ഒരു 3 ലൈനുകൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട്. ഇതിന് അത്ര ഇല്ല, ഇതിന് കുറച്ച് കുറവാണ്, അതിലും കുറവാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതാക്കുന്നത് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു 3 ലൈന് എത്രത്തോളം അടുപ്പിച്ചു വരുന്നോ, വളരെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു ട്രെൻഡി ഡേ ആവാനാണ് ചാൻസ്. ഇതും നമ്മൾ പിവോട്ട് ലൈനിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയി ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതോട് കൂടി തന്നെ ഈ ഒരു റേഞ്ചും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു റേഞ്ച് 3 ലൈനും വളരെ നേരോ ആയിട്ടാണ്, വളരെ നേരിയതായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തെ ട്രേഡിംഗ് ഡേ വളരെ ട്രെൻഡി ട്രേഡിംഗ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ആ ലൈന് 3 ലൈനുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സിഗ്നൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അന്നൊരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയിരിക്കും. എന്നാൽ ഒരു കൺസോൾട്ടേഷൻ ആണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് ഈ CPRന്റെ തിയറി കേട്ടോ. പക്ഷെ അത് കരുതിങ്ങാണ്ട് ചില സമയത്തൊക്കെ നേരെ ഓപ്പോസിറ്റും ആവാറുണ്ട്. പക്ഷെ ഇതിന്റെ തിയറിയാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് വരുന്നുണ്ടല്ലോ, ഈ ഒരു ഈ CPRന്റെ എത്രയൊക്കെ മുകളിലോട്ട് പ്രൈസ് പോയാലും CPRനോട് ഒരു അട്രാക്ട് ഒരു കാന്തിക ബലം എന്നൊക്കെ പറയുന്ന പോലെ പ്രൈസ് മുകളിലോട്ട് പോയാലും തിരിച്ച് ഈ ഒരു CPRലോട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിന് പ്രൈസ് മുകളിലോട്ട് പോയാലും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസ് താഴോട്ട് പോയാലും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസ് ഇവിടെയൊക്കെ താഴെ വരെ പോയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു CPR റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒട്ടുമിക്ക ട്രേഡേഴ്സും പ്രൈസ് ഈ ഒരു CPR റേഞ്ചിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാറില്ല. കാരണം അതൊരു കൺസോൾട്ടേഷൻ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു CPRന്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ച് അടിപൊളി സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യും. അതിപ്പോ നമുക്കിപ്പോ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു CPRന്റെ റേഞ്ച് എത്രത്തോളം സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ റെസിസ്റ്റന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി അതേപോലെ തന്നെ ഈ ഒരു CPRനെ ബേസ് ചെയ്തിങ്ങാണ്ട് നമുക്ക് ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് മോഡലാണ് വരുന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആണ്. നേരെ തിരിച്ചിങ്ങാണ്ട് ഒന്നിന് താഴെ ഒന്ന് അതിന് താഴെ ഒന്ന് ആ ഒരു രൂപത്തിലാണ് വരുന്നത്, അതൊരു ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു CPRൽ വെർജിൻ CPR എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട്.
ഒരു CPR-ൽ പ്രൈസ് ടച്ച് ചെയ്യാത്തൊരു അവസ്ഥ വരുന്ന സമയത്ത് ആ ഒരു CPR-നെ പറയുന്ന പേരാണ് വെർജിൻ CPR എന്ന്. ആ ഒരു വെർജിൻ CPR-ന് 7 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. മീൻസ് 7 ദിവസത്തിനുള്ളിൽ പ്രൈസ് ഈ ഒരു CPR-ൽ ടച്ച് ആവും. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും തിരിച്ച് ആ ഒരു CPR-ൽ ടച്ച് ആവും എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ സെക്കൻഡ് ഡേ തന്നെ ആ ഒരു CPR-ന്റെ ലെവലിലോട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ 3rd ഡേ വരാം, 4th ഡേ വരാം. 7 ഡേയ്സിന് വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. കാരണം 7 ഡേയ്സിനുള്ളിൽ എപ്പോഴും തിരിച്ചു വരാം. 7 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവാലിഡ് ആയിട്ടാണ് സാധാരണ കണക്കാക്കാറ്. അപ്പൊ ഇത്രയൊക്കെയാണ് CPR-നെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം CPR-നെ കുറിച്ചും നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇന്ന് പഠിച്ച ഈ 2 ഇൻഡിക്കേറ്ററും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ ഒത്തിരി ചാർട്ടുകളിൽ പ്ലോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അത് എങ്ങനെയൊക്കെയാണ്, അത് പ്ലോട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയൊക്കെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മുന്നോട്ടുള്ള ജേർണിയിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ദിസ് ഈസ് VM റഫീഖ് സൈനിങ് ഓഫ്.